ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ വോയിസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു സെൻറ്റൻസിനെ ആക്റ്റീവ് വോയിസ് ആണ് എന്ന് പറയുന്നത് അത് നോർമലി എഴുതുന്ന ഒരു സെൻറ്റൻസ് അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് അവിടെ സബ്ജക്റ്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് ആക്റ്റീവ് വോയിസിൽ നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗിരി സ്പോക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ ഗിരി ഹിന്ദി സംസാരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എംഫസൈസ് ചെയ്യുന്നത് ആരെയാണ്? ഗിരിയാണ്. അതായത് സബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്. ഇനി അതിനെ പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുവാണ്? ഹിന്ദി വാസ് സ്പോക്കൺ ബൈ ഗിരി എന്നാവും. അതായത് ഹിന്ദി ഗിരിയാൽ സംസാരിക്കപ്പെട്ടു എന്നാവും. അതായത് അവിടെ പറയുന്ന പ്രയോറിറ്റി, അതായത് ആദ്യം എംഫസൈസ് ചെയ്യുന്നത് ഹിന്ദി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാണ്. പക്ഷെ അർത്ഥത്തിന് മാറ്റം വരുന്നില്ല. പക്ഷേ ആക്റ്റീവില് സബ്ജക്റ്റ് ആണ് ആദ്യം പറയുന്നത് എങ്കിൽ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുത്ത് പറയുന്നു. ഗിരി ഹിന്ദി സംസാരിച്ചു, അത് നോർമലി ആക്റ്റീവ് വോയിസിൽ പറയുന്നതാണ്. എന്നാൽ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹിന്ദി ഗിരിയാൽ സംസാരിക്കപ്പെട്ടു എന്നായിട്ട് മാറും. പക്ഷെ അർത്ഥത്തിന് മാറ്റം വരുന്നില്ല എങ്കിലും ഇങ്ങനൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് ജനറലി നമുക്ക് പറയാം. ഇനി ഇതല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, നമുക്കതിൻ്റെ റൂൾസ് ആണ് ഇമ്പോർട്ടൻസ്. എങ്ങനെ നമുക്കൊരു ടെൻസിലുള്ളത് ആക്റ്റീവ് വോയിസിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് PSCക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് പഠിക്കാം. ശ്രദ്ധിച്ച് നോക്കിയേ. വോയിസ്, അതിനകത്ത് നമ്മൾ ആദ്യം ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം സെൻറ്റൻസ്, അതായത് ഒരു സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ടെൻസ് പഠിക്കേണ്ടതുണ്ട്. നോർമലി എല്ലാവർക്കും ടെൻസ് അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ടെൻസ് അറിഞ്ഞുകൂടാത്തവർ ജസ്റ്റ് ഒന്ന് ടെൻസ് നോക്കുക, നമുക്ക് പഠിക്കാം. എങ്കിൽ പോലും ടെൻസ് അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന വോയിസസിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് നോർമലി ടെൻസുകൾ പ്രധാനമായിട്ടും സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കിവിടെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്റ്റിൻ്റെ ഇതുപോലെ പറയണം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി അതുപോലെ തന്നെ പിന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൺവേർഷൻ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നോക്കി, ഫസ്റ്റ് പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ്. അപ്പം അറ്റൻഷൻ ഇവിടെ കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടിരിക്കാൻ. വളരെ സിമ്പിൾ ആണ്. ഇത് ആ ഒരു നേക്ക് പഠിച്ചു വെച്ചിട്ട് നമുക്ക് വളരെ ഈസിലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എടുക്കുകയാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ നോക്കിക്കേ, ഒരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടാവും. വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. നോർമലി ഉള്ള ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ആയിരിക്കും അതിൻ്റെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും, ഒബ്ജക്റ്റും കാണും. അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പ്രസന്റിലുള്ള ടെൻസിനെ, സിമ്പിൾ പ്രസന്റിൽ കാണപ്പെടുന്ന ഒരു സെന്റൻസിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതിൻ്റെ ഒരു റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ റൂള് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ അത് ഈസിലി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. റൂള് കാണാതെ പഠിക്കാതെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാം. നോക്കി, സിമ്പിൾ പ്രസന്റിന്റെ ഫോമാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അത് വെച്ച് നമുക്ക് പാസീവ് വോയിസിനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാലും മതി. നോക്കി, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ, ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ആദ്യം എടുത്ത് എഴുതും. അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ ആക്ച്വലി ഒരു ഓക്സിലറി വെർബും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ടേക്ക് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് യൂസ് ചെയ്യണം. ഈസ്, ആം, ആർ ഇത് യൂസ് ചെയ്യണം. എന്നിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവിടെ വെർബിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദി വെർബ് മാത്രമേ വരത്തുള്ളൂ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് മാത്രമേ അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. V3 ഫോം ഓഫ് ദി വെർബ്. അതായത് റീഡ് ആണെങ്കിൽ റീഡ്, റെഡ്, റെഡ്, അതായത് റെഡ് ആണ് വരുന്നത്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ ആണ് അവിടെ വരുന്നത്. അതായത് എപ്പോഴും ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ വെർബ്, പാസീവ് വോയിസിൽ വെർബ് എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബ് മാത്രമേ വരത്തുള്ളൂ. അപ്പം അത് ഒരിക്കലും മാറരുത്. അത് ഏത്
ടെൻസിലായിക്കോട്ടെ ആക്റ്റീവ്, അത് പാസീവിലോട്ട് മാറുമ്പോൾ V3 ഫോം മസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതി, ഈസ് ഓർ ആം ഓർ ആർ എഴുതി, V3 ഫോം ഓഫ് ദി വെർബ് എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? സബ്ജക്റ്റ് എഴുതാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കി, ഹി റൈറ്റ്സ് പോയംസ് എന്നുള്ളതാണ്. ഹി റൈറ്റ്സ് പോയംസ് എന്നുള്ളതാണ്. അപ്പം റൈറ്റ്സ് വന്നതിന് കാരണം എന്താ? ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സോ സിംഗുലർ വെർബാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, പോയംസ് എന്ന് പറയുന്നത്. ഇനി അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പോയം എന്ത് ചെയ്യും? ആദ്യം വരും. അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വന്നു, പോയംസ് ആദ്യം വന്നു. ഇനി നോക്കി, ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആണ് ചേർക്കേണ്ടത്. അതെങ്ങനെയാണ് ചേർക്കേണ്ടത്? പോയംസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പോയംസ് ഈസ് എന്ന് പറയാൻ പറ്റുമോ? പോയംസ് ആം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പോയംസ് ആർ. അപ്പോൾ പോയംസ് ആർ, V3 ഫോം ഓഫ് ദി വെർബ് എന്താ? റൈറ്റിന്റെ റിട്ടൺ. പോയംസ് ആർ റിട്ടൺ ബൈ ചേർക്കണം. ബൈ, അതായത് ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആയിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ V3 ഫോം ഓഫ് ദി വെർബ് കഴിഞ്ഞിട്ട് ഉടനെ ബൈ ചേർക്കണം. അത് എല്ലാത്തിലും അങ്ങനെയാണ്. ഞാൻ റൂളിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിലും V3 ഫോം ഓഫ് ദി വെർബ് കഴിഞ്ഞാൽ ബൈ കഴിഞ്ഞിട്ടാണ് എന്ത് ചേർക്കേണ്ടത്? നമ്മൾ സബ്ജക്റ്റ് ചേർക്കേണ്ടത്. അപ്പൊ സബ്ജക്റ്റ് എന്താണ്? ഹി ആയിരുന്നു. ഹി എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഷീ ആണെങ്കിൽ ഹെർ ആയിട്ട് മാറും. ദേ ആണെങ്കിൽ ദം ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അത് എക്സാമ്പിൾ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ്. അത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വരുന്നു, ഈസ് ഓർ ആം ഓർ ആർ അത് ഏതെങ്കിലും ചേർക്കുന്നു, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് പാസീവില് മാറുന്നത്. ഇനി സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? നോർമൽ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വി പ്ലസ്, അതായത് വെർബ് പ്ലസ് ING എന്ന് പറയും. വെർബ് അത് കഴിഞ്ഞിട്ട് വെർബിനോടൊപ്പം ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് നോർമൽ കേസിൽ സെന്റൻസ് വരുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ റൂള്? ഒബ്ജക്റ്റ് ആദ്യം വരുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതി, പ്ലസ് ഈ ഈസ് ഓർ ആം ഓർ ആർ അതുപോലെ നമ്മൾ എഴുതും. ഓക്കെ, ഈസ് ഓർ ആം ഓർ ആർ എഴുതാം, പ്ലസ് പിന്നെ ഇവിടെ അഡീഷണലി വരുന്ന ഒരെണ്ണമാണ് ING അങ്ങ് ചേരുമ്പോൾ ബീയിങ് എന്നായിട്ട് മാറും. ഓക്കെ, ബീയിങ് പ്ലസ് V3 ഫോം അല്ലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ്. എങ്ങനെയാണ് പറയുന്നത്? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ, അത് നമ്മൾ ഓൾറെഡി ഉള്ളതാണ് സെന്റൻസിൽ. പിന്നെ ING ഫോം ഓഫ് ദി വെർബ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന് പകരമായിട്ട് ING ചേർന്ന് വരുന്ന എന്ത് എഴുതും? ബീയിങ് എന്ന് പറയുന്നത് എഴുതും. എന്നിട്ട് V3 ഫോം ഓഫ് ദി വെർബ്, V3 മസ്റ്റ് ആയിട്ട് എഴുതിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന് എഴുതാം. എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് മേക്കിംഗ് ടീ എന്നുള്ളതാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത് ഷീ ഈസ് മേക്കിംഗ് ടീ എന്നുള്ളത്. അപ്പൊ നോക്കി, അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്, ദാറ്റ് ഈസ് ടി. അപ്പൊ ടി എന്ന് എഴുതി. അപ്പൊ ടി ഇനി എന്താണ്? ഈസ് ആണ് അല്ലെ. ഈസ് ഓർ ആം ഓർ ആർ ചേർക്കാം. ആർ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പ്ലൂറൽ അല്ലല്ലോ ടി. അപ്പൊ ടി ഈസ്, പിന്നെ എന്ത് ചേർക്കണം? ബീയിങ്. അപ്പൊ ടി ഈസ് ബീയിങ്. ഇനി മേക്കിന്റെ V3 ഫോം എന്താ? മെയ്ഡ് ആണ്. അപ്പോ ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ കൊടുത്തു. സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. അപ്പൊ ഷീ പാസീവിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് മാറും. അപ്പൊ ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ എന്നതാണ് ഇതിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത്. അടുത്തേതാ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമാറ്റ്, നോർമൽ സെന്റൻസ് ഫോമാറ്റ് ഏതാ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് നോർമലി അറിയാവുന്നതാണ്. ഇനി അതിനെ പാസീവിലേക്ക് മാറുമ്പോൾ ഉള്ള റൂൾ എന്താ? ഒബ്ജക്റ്റ് ആദ്യം എഴുതി, പ്ലസ് ഹാസ് ഓർ ഹാവ് അതുപോലെ എഴുതാലോ. ഹാസ് ഓർ ഹാവ് പ്ലസ് ഇനി അഡീഷണലി വരുന്ന ഒരു കാര്യം കൂടിയേ ഉള്ളൂ, ബീൻ ചേർത്ത് വരും. എന്താണ്? ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ് എഴുതാം. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു വ്യത്യാസം മാത്രമേ വന്നുള്ളൂ. നമുക്ക് എന്ത് ചേർത്തു? V3 ഫോമിനും ഹാസ് ഓർ ഹാവിനും ഇടയിലായിട്ട് എന്ത് ചേർത്ത് വന്നു? ഒരു ബീൻ ചേർത്ത് വന്നു. പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിയുന്നത് പോലെ തിരിയും, നമുക്ക് നോർമലി അറിയാവുന്നതാണ്. പക്ഷേ പ്രസന്റ് പെർഫെക്റ്റില് ഒരു എണ്ണം മാത്രം അഡീഷണലി ആഡ് ചെയ്ത് വന്നു. അതേതാണ്? ബീൻ ഇടയിൽ കയറി വന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ദേ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക് ആണല്ലോ, നോർമലി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ ആണ്. ഇനി അതിനെ പാസീവിലേക്ക് മാറ്റും. എങ്ങനെയാവും? ദ വർക്ക് ആദ്യം വന്നു, അതായത് ഒബ്ജക്റ്റ് ആദ്യം വന്നു, ദ വർക്ക്. ഇനി എന്താണ് കൊടുക്കാം? ഹാസ് ആണോ ഹാവ് ആണോ കൊടുക്കാൻ പറ്റുന്നത്? ഹാസ് ആണ് അല്ലേ. ദ വർക്ക് എന്ന് പറയുന്നത്
സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഹാസേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദ വർക്ക് ഹാസ് ബീൻ, പിന്നെ എന്ത് ചേർത്തു? ബീൻ ചേർത്തു. ദ വർക്ക് ഹാസ് ബീൻ, V3 ഫോം ഓഫ് ദി വെർബ് ഏതാ? കംപ്ലീറ്റഡ്. അതായത് ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദേ ആണ്. ദേ പാസീവിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ദെം ആയിട്ട് മാറും. ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം എന്നായിരിക്കും അതിന്റെ പാസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രസന്റിന്റെ കേസിൽ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ആദ്യം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു റൂൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഇനി അതിനെ പാസീവിലേക്ക് മാറുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ഒബ്ജക്റ്റ് ആദ്യം വരും. അത് നമുക്കറിയാം. നമ്മൾ എഴുതി, ഒബ്ജക്റ്റ് ആദ്യം എഴുതി. പ്ലസ് ഇവിടെ നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റില് ഈസ് ഓർ ആം ഓർ ആർ ആയിരുന്നു അല്ലെ. ഇവിടെ അത് മാറി വാസ് ഓർ വെയർ ആയിട്ട് മാറും. കാരണം പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബ് വാസ് ഓർ വെയർ അല്ലേ ആണ്. അപ്പോൾ വാസ് ഓർ വെയർ പ്ലസ് പിന്നെന്താണ്? V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ്. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കി, ഹി ഹെൽപ്ഡ് മീ എന്നുള്ളതാണ്. അപ്പൊ ഹി ഹെൽപ്ഡ് മീ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ്. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാവും? മീ എന്നുള്ളത് ആദ്യം വരണം. അപ്പൊ മീ ആദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് പാസീവിൽ വരുമ്പോൾ അത് എന്തായിട്ട് മാറണം? ഐ ആയിട്ട് മാറണം. അപ്പൊ ഐ, പിന്നെ എന്ത് ചേർക്കാം? വാസ് ഓർ വെയർ ചേർക്കാം. വാസ് ചേർത്താൽ മതിയല്ലോ. ഐ വാസ് ഹെൽപ്ഡ് ബൈ ഹി എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഓക്കെ ആണോ? ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നോർമൽ ഫോമാറ്റ് ഏതാ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതായത് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അതാണ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാവും? ഒബ്ജക്റ്റ് ആദ്യം വന്നു, വാസ് ഓർ വെയർ അതുപോലെ എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ബീയിങ് ചേർക്കും. ഇതേ കാര്യം തന്നെയല്ലേ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിലും പറയുന്നത്. അവിടെ പ്രസന്റ് കണ്ടിന്യൂസിൽ വാസ് ഓർ വെയറിന് പകരം ഈസ് ഓർ ആം ഓർ ആർ വന്നു എന്നല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കി, ഷി വാസ് മെൻഡിങ് സോക്സ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് വരും? സോക്സ് ആദ്യം വരും. പിന്നെ അതുപോലെ തന്നെ വാസ് ഓർ വെയർ ചേർക്കാം. കാരണം ഇത് ഫസ്റ്റ് ഒബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് എന്തേ ചേർക്കാൻ പറ്റത്തുള്ളൂ? വേറെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം വെയർ, പിന്നെ എന്താണ്? ബീയിങ് പ്ലസ് V3 ആവുമ്പം മെൻറ്റഡ് ബൈ ഹെർ ആയിട്ട് മാറും. ഓക്കെ, ഇനി അതിലൊന്നും കൂടെ ഉള്ളൂ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിന്റെ നോർമൽ ഫോമാറ്റ് ഏതാ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയായിട്ട് മാറും? ഒബ്ജക്റ്റ് ആദ്യം എഴുതി, ഹാഡ് അതുപോലെ എഴുതി, പിന്നെ എന്ത് ചേർക്കണം? ബീൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ വേർഡ് കൂടി ആഡ് ചെയ്യണം. അപ്പൊ ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കി, ദ കാൻഡിഡേറ്റ് ഹാഡ് ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഓൾ ദി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനെ ആദ്യം എഴുതി ഓൾ ദി ക്വസ്റ്റ്യൻസ്. ദെൻ എന്താണ്? ഹാഡ് ആണ് അല്ലേ. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഹാഡ് മാത്രമേ ഉള്ളൂ. കണ്ണു അടച്ച് നമുക്ക് എന്ത് കൊടുക്കാം? ഹാഡ് തന്നെ കൊടുക്കാം. പ്ലൂറൽ എന്നോ സിംഗുലർ എന്നോ ഒന്നും നോക്കണ്ട, ഹാഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഓൾ ദി ക്വസ്റ്റ്യൻ ഹാഡ്, പിന്നെ എന്ത് അഡീഷണലി ചേർത്താൽ മതി? ബീൻ. ഓൾ ദി ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻസേർഡ് ബൈ ദി കാൻഡിഡേറ്റ് എന്നായിട്ട് മാറും. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതൊന്നും അല്ലാതെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഓക്സിലറി വെർബും പിന്നെ ഒരു വെർബും പിന്നെ ഒരു ഒബ്ജക്റ്റും കൂടിയാണ് വരുന്നതെന്ന് ഇരിക്കട്ടെ. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞു, ഓക്സിലറി വെർബ് വന്നു, അതുപോലെ ഒരു വെർബ് വന്നു, ഒരു ഒബ്ജക്റ്റ്. ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പാസീവ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റ് എഴുതണം ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഓക്സിലറി വെർബ് അതുപോലെ എഴുതണം. എഴുതിയിട്ട് നമ്മൾ ഇതിനിടയിൽ ഒരു ചെറിയ സാധനം കുത്തിക്കയറ്റും. ഏതാ? ബി എന്ന് പറയുന്നത്, BE എന്ന് പറയുന്നത് ചേർക്കും. എന്നിട്ട് എന്താണ്? വെർബിന്റെ ഏത് ഫോം ആക്കണം? V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് സബ്ജക്റ്റ്. തീർന്നു. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. യു ought to do it. ഇവിടെ ought to എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ് അല്ലേ. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു, പിന്നെ ought to എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നു, പിന്നെ ഡു എന്ന് പറയുന്ന വെർബ് വന്നു, പിന്നെ ഇറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റും വന്നു. ഇനി ഇതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാ? ഇറ്റ് നമ്മൾ ആദ്യം കൊടുത്തു. അപ്പൊ ഇറ്റ് ഓക്സിലറി വെർബ് അതുപോലെ എഴുതണ്ടേ? ought to എഴുതി. പിന്നെ എന്ത് ചേർക്കണം? ഓക്സിലറി വെർബിനോടൊപ്പം ബി എന്ന് പറയുന്നത് കൂടി ചേർക്കണം. അപ്പോൾ ought to be. ഇനി V3 ഫോം ഓഫ് ദി വെർബ്, ഡൂവിന്റെ V3 എന്താണ്? ഡൺ ആണ് അല്ലെ. അപ്പൊ ഡൺ ബൈ യു എന്ന് വരും. അതായത് ഇറ്റ് ought to be done by you എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നോക്കാം. അപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ ഒരൊറ്റ ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫ്യൂച്ചർ ടെൻസ് ഏത് വന്നാലും നമുക്ക് ഈ രീതിയിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നോക്കിയേ,
ഫ്യൂച്ചർ ടെൻസിൽ അതിന്റെ പാസീവ് ഫോം ഏത് വന്നാലും, ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ വന്നാലും അതിന്റെ പാസീവ് ഫോം മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, ഓക്സിലറി വെർബ് എഴുതുന്നു, ബി എഴുതുന്നു, V3 ഫോം ഓഫ് ദി വെർബ് എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു. ഇത് ഏതുപോലെ തന്നെയാണ് നമ്മൾ ഈ നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ, ഓക്സിലറി വെർബ് വരുന്നു എങ്ങനെയാണെന്ന് നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ ടെൻസ് വരുമ്പോഴും. എക്സാമ്പിൾ നോക്കിയേ, ദേ വിൽ ഫിനിഷ് ദി വർക്ക് ബൈ സൺസെറ്റ് എന്നാണ് പറയുന്നത്. അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, വില്ലൊക്കെ വന്നതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇനി അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാ, ദ വർക്കാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബൈ സൺസെറ്റ് ആണോ ഒബ്ജക്റ്റ്? അല്ല, ദ വർക്കാണ് ഒബ്ജക്റ്റ്. അപ്പൊ ദ വർക്ക്, പിന്നെന്താണ് ഓക്സിലറി വെർബ് വരുന്നത്? വിൽ ആണ് അല്ലെ. ദ വർക്ക് വിൽ ബി, പിന്നെന്ത് കൊടുക്കണം? ബി കൊടുക്കണം, അതാണ് വിൽ ബി. V3 ഫോം ഏതാ? ഫിനിഷ്ഡ്. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ആരാ? ദം. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം. ദം വന്നത് എങ്ങനെയാ? ദേ വന്നപ്പോൾ ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദം ആയിട്ട് മാറി അല്ലേ. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം ബൈ സൺസെറ്റ്. പിന്നെ അഡീഷണലി ഉള്ളത് ബൈ സൺസെറ്റ് ഉണ്ട്, അപ്പൊ നമ്മളത് ലാസ്റ്റ് കൊടുത്തു. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം ബൈ സൺസെറ്റ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു കോളത്തിൽ, അതായത് ഒരു ടേബിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുവാണ്. ഇതപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആക്റ്റീവ് പാസീവ് കൺവേർഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ടേബിളിൽ കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഇതേ ഫോമാറ്റ് തന്നെയാണ്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, അതേ എക്സാമ്പിൾസ് തന്നെയാണ് ഈ ടേബിളിലും കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി പറയാൻ പോകുന്നത് വോയിസിൽ ക്വസ്റ്റ്യൻ സെന്റൻസ് ഇൻ പാസീവ് ഫോം ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്